ഇതൊരു ലുലു യാത്രയാണ് ഗൈസ്. കല്യാണം കഴിഞ്ഞുള്ള ഞങ്ങൾ ആദ്യത്തെ ലുലു പോകാം. ഞങ്ങളുടെ കൂടെ അമ്മയും അനിയത്തിയും ഉണ്ട്. അമ്മ ഇതുവരെ ലുലു മാളിൽ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അമ്മയെ കൊണ്ട് ലുലു ഒക്കെ കാണിക്കാൻ. അപ്പം ലുലു ആ സൈഡിൽ പോണവർക്കൊക്കെ അറിയാം എന്താണ്, നല്ല ബ്ലോക്കാണ് അവിടെ. പിന്നെ ഓണാഘോഷം കൂടെ ആയതുകൊണ്ട് പറയേ വേണ്ട, നല്ല ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടില്ല അവിടെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് അവിടെ ഓണാഘോഷത്തിന്റെ പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് അവിടെ ലൈറ്റ്സ് ഒക്കെ ഇട്ടേക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ വേൾഡ് മാർക്കറ്റിന്റെ ആ സൈഡിൽ വന്നു. അവിടെ എന്റെ എക്സ്പോ നടക്കണുണ്ടായിരുന്നു ആ ടൈമില്. നിങ്ങൾക്ക് ആ വഴി പോണവരാണെങ്കിൽ അറിയാം, എല്ലാ വർഷവും ഓണത്തിന് അവിടെ എന്തെങ്കിലും എക്സ്പോ ഒക്കെ കാണാറുണ്ട്. അപ്പം പക്ഷെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ലുലു ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും കേറിയില്ല. അങ്ങനെ ഞങ്ങളുടെ ലുലു മാളുടെ അകത്തോട്ട് കേറുവാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കി. അപ്പൊ അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആയി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പാവം അമ്മ ട്രിവാൻഡ്രത്ത് ഉണ്ടായിട്ടും അമ്മ ഇതേവരെ ലുലു മാളിൽ പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഉടനെ ആദ്യമായിട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ വേണ്ട മേളിലെ പാർക്കിംഗ് ഏരിയയിൽ എത്തി. ഞങ്ങൾക്ക് 3E എന്ന് പറഞ്ഞ ഒരു പാർക്കിംഗ് ഏരിയ കിട്ടി. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഇറങ്ങി. ഇനി നമ്മൾ നേരെ ലുലു മാളുടെ അകത്തോട്ടാണ്. അപ്പം ഞാനൊരു പട്ടി ഷോ ഒക്കെ കാണിച്ചു അകത്തോട്ട് കയറുവാണ്. അങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ചേട്ടനാണ് ക്യാമറ ഒക്കെ എടുക്കണം. കാര്യം എനിക്ക് അകത്തോട്ട് വരുമ്പോൾ ഈ ആൾക്കാർ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഷൈയൊക്കെ ആവും. അപ്പോഴേക്കും ക്യാമറ ഒക്കെ ഞാൻ ചേട്ടൻ്റെ കൊടുത്തു. അങ്ങനെ ഞങ്ങളിത് ഫസ്റ്റ് എന്ന് വെച്ചാൽ അമ്മ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അമ്മ ലുലു മൊത്തം ഒന്ന് ചുറ്റി കാണിക്കുകയാണ്. ഞാനും ചിഞ്ചുവും ചേട്ടനും കൂടി ആയിട്ട്. അമ്മ മൊത്തത്തിൽ എക്സൈറ്റഡ് ആയിട്ട് എല്ലാ കടകളും ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ്. ഞങ്ങളും അമ്മേരെ കൈ പിടിച്ചുകൊണ്ട് എല്ലാം കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരയുണ്ട്. എനിക്ക് പിന്നെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് എസ്കലേറ്റർ പേടിയുണ്ടോ എന്ന്. പക്ഷെ അമ്മ നല്ല കൂളായിട്ട് എസ്കലേറ്ററിലൊക്കെ കയറി അടിച്ച് പൊളിച്ചൊക്കെ ഇങ്ങനെ നടന്ന്. പിന്നെ നമ്മൾ അവിടെ നേരെ പോയത് മിനിസോയിലോട്ടാണ്. നമ്മളെ സ്ഥിരം കടയാണ്. അവിടെ പോയി അമ്മയ്ക്ക് 2 കണ്ണാടിയൊക്കെ വെച്ചെടുത്ത് സെറ്റായിട്ട് പിന്നെ ഒരു മിറർ സെൽഫി ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ഹൈപ്പർ മാർക്കറ്റ് വന്ന്. ഹൈപ്പർ മാർക്കറ്റ് അടയ്ക്കാറായതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയത്, കുറച്ച് സ്നാക്സ്. പിന്നെ നമ്മളിതേ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നമ്മളെ വണ്ടിയിലോട്ട് എത്തി. അങ്ങനെ ഞങ്ങൾ ഇവിടെ MG കോളേജിന്റെ അടുത്തുള്ള ഒരു തട്ടുകടയിൽ കയറി. പിന്നെ 2 ദോശയും പിന്നെ കുറച്ച് മുട്ടയും പിന്നെ ചിക്കനും ഒക്കെ കഴിച്ച് ഞങ്ങളിത് ഇന്നത്തെ ആ ഒരു ഇത് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്.